വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ലോങ് മാർച്ച് പ്രഖ്യാപനവുമായി ABVP. നാളെ നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീട്ടുമുറ്റത്ത് മുതൽ സെക്രട്ടേറിയറ്റ് വരെയാണ് ലോങ് മാർച്ച്. ഒപ്പം അതേസമയം സംസ്ഥാനത്തെ പ്രത്യേക വാക്സിൻ നയം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ചെലവ് സംബന്ധിച്ച് പഠിക്കുന്നതിന് അവലോകന കമ്മിറ്റി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ V. മീനാക്ഷി അധ്യക്ഷയായ 3-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഈ രണ്ട് വാർത്തകളാണ് തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ഞങ്ങളുടെ പ്രതിനിധി ടിൻഡു ദാസ് തയ്യാറാണ്. ടിൻഡു, ABVPയുടെ മാർച്ച് എപ്പോഴാണ് ആരംഭിക്കുക? എന്താണ് ABVPയുടെ തുടർ സമര പ്രഖ്യാപനങ്ങൾ? സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, അതായത് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല SFIയുടെ റാങ്കിങ്ങിനിരയായി ക്രൂരമായി മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏജൻസികൾ അന്വേഷിക്കണമെന്ന ശക്തമായ ആവശ്യം തുടരുന്നതിനിടയിലാണ് ABVP ഇത്തരത്തിലൊരു വലിയൊരു ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ സിദ്ധാർത്ഥിന്റെ വസതിയിൽ നിന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കായിരിക്കും ഈ മാർച്ച് നടത്തുക. ഇതിന് ജില്ലയിലെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ABVP പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായിട്ട് ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഇതര സംഘടനകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ABVP ജില്ലാ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര ഉപവാസ സമരം ഉൾപ്പെടെ നടത്തിയിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരൂഹതകൾ അവസാനിപ്പിക്കണം, ഈ ദുരൂഹതകൾ കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് നടക്കുന്നതറിയാം. ഇതുവരെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനുമായ കാന്തനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സസ്പെൻഷൻ ഉൾപ്പെടെ ഇന്നലെ വരെ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധാർത്ഥന് ക്രൂര മർദ്ദനങ്ങൾ ഏൽക്കുമ്പോഴും സിദ്ധാർത്ഥന് റാഗിങ്ങുകൾ ഏൽക്കുമ്പോഴും ഇതുമായൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അധികാരവർഗ്ഗങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഈ സർവകലാശാല ഡീനും അതുപോലെ തന്നെ സർവകലാശാല VC, അസിസ്റ്റന്റ് വാർഡൻ തുടങ്ങിയവർക്കൊക്കെ ഈ സംഭവങ്ങളിൽ ഉടനീളം മൗനം പാലിക്കുകയായിരുന്നു. അപ്പോൾ ഗവർണറുടെ ഒരു ശക്തമായ ഇടപെടലിന് ശേഷമാണ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഈ സർവകലാശാല ബന്ധപ്പെട്ട അധികാരികളും ഒരു നടപടി എന്ന ഒരു ക്രമത്തിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ശക്തമായൊരു പ്രതിഷേധങ്ങൾ ഉയർന്നൊരു സാഹചര്യത്തിലുമാണ് ഇത്തരത്തിൽ ഒരുക്കുന്ന നടപടിയൊക്കെ വരുന്നത്. അപ്പോൾ സിദ്ധാർത്ഥന്റെ ഈ റാഗിംഗ് അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ SFIയുടെ കൂട്ടവിചാരണയ്ക്ക് വിധേയപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ABVP നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് നാളെ ലോങ് മാർച്ച് നടത്തുക. ഇതുവരെ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ, അതായത് വി മുരളീധരയ്ക്ക് വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന V. മുരളീധരന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം ഉൾപ്പെടെ ഈ നെടുമങ്ങാട് നടത്തിയിരുന്നു. അപ്പോൾ വലിയ ശക്തമായൊരു പ്രതിഷേധമാണ് ഈ സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, SFIയെ സംബന്ധിച്ചിടത്തോളം SFI എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിവിധ കോളേജുകൾ അടക്കി വാഴുന്ന ഒരു വിദ്യാഭ്യാസ സംഘടനയാണ്, അതുപോലെ വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം അക്രമങ്ങൾക്കെതിരെ പല ഘട്ടങ്ങളിലും ശബ്ദമുയർത്തിയിരുന്നെങ്കിലും ഈ അധികാരി വർഗത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു SFIക്ക് അനുകൂലമായ നിലപാടാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു വിദ്യാർത്ഥി ക്രൂരമായി കൂട്ടവിചാരണയ്ക്ക് വിധേയപ്പെട്ട് മരണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇനി സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇനി നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകരുത് എന്നൊരു ശക്തമായിട്ടുള്ള തീരുമാനത്തിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയിലേക്കൊക്കെ ABVP ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സംഘടന അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നും സമാനമായ രീതിയിൽ ഈ ABVPയുടെ മേൽനോട്ടത്തിലായി ABVPയുടെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ ഇന്നും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇപ്പുറമായി ABVPയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിരോധ പരിപാടികളും പ്രക്ഷോഭ പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ലോങ് മാർച്ചിലേക്ക് ABVP കടക്കാൻ കാരണം. സിദ്ധാർത്ഥന്റെ മരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ഇതിനോടൊപ്പം തന്നെ വിവിധ സംഘടനകളും അതോടൊപ്പം തന്നെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ സിദ്ധാർത്ഥന്റെ കുടുംബം മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ കുടുംബം ഒരുപക്ഷെ ഈ കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ അത്തരത്തിലൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അത് തന്നെയാണ് ഈ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ടിരുന്നപ്പോൾ വെറ്റിനറി സർവകലാശാല ജീവനക്കാരൻ്റെ ചില
ശബ്ദ സംഭാഷണങ്ങൾ കൂടി ജനൻ ടി വി പുറത്തുവിട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ മരണം കൊലപാതകമാണ്, അതിൽ സംശയം വേണ്ട എന്നൊക്കെയാണ് ജീവനക്കാരൻ പറയുന്നത്. എന്തായാലും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രതികരണം കൂടി വരുന്ന മണിക്കൂറുകൾ നമുക്ക് ആവശ്യമാണ്.